എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു എഗ് ബുർജിയാണ് ചെയ്യുന്നത്. അതും നമ്മൾ വാഴക്കൂമ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ ഐറ്റമാണ്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുടപ്പനാണ് എടുത്തിരിക്കുന്നത്. വാഴക്കൂമ്പ് എന്നൊക്കെ പറയില്ലേ, അത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ട് നല്ല പൊടിയായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. നമ്മൾ ക്യാബേജൊക്കെ അരിയുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു 2-3 ഇതളൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകിയിട്ട് വേണം ഇതൊന്ന് അരിഞ്ഞെടുക്കാൻ കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കറയും ചില സമയത്ത് കിട്ടുന്നതിൽ കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കത് ഒരു 10 മിനിറ്റ് പച്ചവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് കൈവച്ച് നന്നായി കഴുകി തിരുമിയിട്ട് ഈ വെള്ളം വാർന്ന് കളയണം. നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിലാണ് കയ്പ്പ് രസമൊക്കെ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്കൊരു 2-3 പ്രാവശ്യം ഇത് പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കയ്പ്പ് രസം ഉണ്ടാവില്ല, ചവർപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം മാത്രം നമ്മളൊരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ മതി. പിന്നെ എല്ലാവരും നമ്മൾ വെള്ളം ഒഴിക്കുക, നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ അതാ ഞാനതൊന്ന് വെള്ളം ഒഴിച്ചിടാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 6 ചെറിയുള്ളി ചേർക്കാം. ചെറിയുള്ളിയുടെ അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 6 എടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു 2 വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ അളവ് കൂടണ്ട കേട്ടോ. ഇതിലേക്ക് പിന്നെ എടുക്കുന്നത് ഒരു 5 നല്ല എരിവുള്ള പച്ചമുളകാണ്. എരിവ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഞാനിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 3 കൈപ്പിടി തേങ്ങയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് എത്ര തേങ്ങ ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന നമ്മുടെ വാഴക്കൂമ്പ് ഇതാ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞ് നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കറിയൊന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് തോരനാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇത്രയും പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന നമ്മുടെ വാഴക്കൂമ്പ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാക്കൂട്ടുണ്ടല്ലോ അതിനകത്തേക്ക് ചേർക്കാം. എന്നതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല, വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ലോ ടു മീഡിയത്തിൽ വെക്കുക. 10 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ചെക്ക് ചെയ്തു, ഉപ്പൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾ വെജ് വേർഷനാണ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഞാനിപ്പോൾ ഇത് എഗ് ബുർജി ആക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നതിന് ശേഷം ഈ സെയിം പാനിലേക്ക് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 3 കോഴിമുട്ട, കുറച്ച് പച്ചമുളക്, ഒരു 1-2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓംലേറ്റ് റെഡിയാക്കില്ലേ, അതിന് അങ്ങനത്തെ ഒരു ഇത് കേട്ടോ. അപ്പോൾ അത് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ചൂടായിട്ട് വരുമ്പോൾ നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ചെറിയ പീസസ് ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് ഇട്ട് മൂപ്പിക്കരുത്. ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ തോരൻ ഇതിനകത്തേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മിക്സിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി വാഴക്കൂമ്പ് എഗ് ബുർജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് തനിച്ച് വാഴക്കൂമ്പ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ കഴിക്കണമെന്നില്ല. പക്ഷേ മുട്ടയൊക്കെ ചേർത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് കഴിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ചിട്ട് റോൾ ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്ത് വിടാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്